ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, ദൈവം സ്നേഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ ആഴമായ ഒരു ബോധ്യമാണ് യോഹന്നാൻ ശ്ലീഹായിലൂടെ വെളിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 1 യോഹന്നാൻ 3:1 വചനത്തിൽ പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. അപ്പോൾ ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. എത്ര എന്നുള്ളതിന് ഒരളവുകോല് കൃത്യമായിട്ട് അവിടെ നാം കാണുന്നുണ്ട്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണമായ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമായി തീരേണ്ടത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ്. അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അവരിൽ ആ സ്നേഹം ചൊരിയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു. റോമാലേഖനം 5:5-7 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, നിറവ്, ഒഴുക്ക് ഒരു മനുഷ്യന് എപ്പോഴാണ് ലഭിക്കുക? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവൻ. യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു പ്രവൃത്തി നടക്കുകയാണ്. യേശുവിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു വരുന്നതും യേശുവിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നയിക്കുകയാണ്. എങ്ങോട്ടാണ് നയിക്കുന്നത്? യേശുവിലേക്ക് നയിക്കുക. അപ്പോൾ യേശുവിലേക്ക് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ദൈവം എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവാണ് സുവിശേഷത്തിലൂടെ ഒരു വ്യക്തി തിരിച്ചറിയേണ്ടത്. ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുന്ന ഏറെ വേദഭാഗങ്ങളുണ്ട്, നരകത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമൊക്കെ. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലോ സ്വപ്ന പദ്ധതിയിലോ ഒരിക്കലും ഏതെങ്കിലും കുറേ ആളുകൾ നരകത്തിൽ വീണു പോകണമെന്ന പിടിവാശിയൊന്നും ഒരിടത്തും കാണുന്നില്ല. ദൈവത്തിൻ്റെ ആത്യന്തികമായ ആഗ്രഹം തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും സ്വർഗരാജ്യം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നൽകിയതാണ് ഏകജാതനായ തൻ്റെ പുത്രനെ. അപ്പോൾ പുത്രനായ യേശുവിനെ നമ്മൾ കാണുന്നത് സുവിശേഷത്തിലൂടെയാണ്. ഇതാ ഒരു സ്ത്രീ തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന സമർപ്പണത്തിലേക്ക് ഇറങ്ങി വരുന്നു. പുൽക്കൂട്ടിൽ ജനിക്കുന്നു, എളിയ തലത്തിൽ ജീവിക്കുന്നു, ക്രൂശിൽ രക്തം വാർന്നൊലിച്ച് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് താൻ വീണ്ടും വരും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്നു. പുതിയ നിയമ സഭയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് യേശുവിനെ പ്രാപ്യമാകുന്നത്? യേശുവിലേക്ക് അടുക്കാനൊരു വ്യക്തിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 വരെയുള്ള വചനം. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. അപ്പോൾ ദൈവമാകുന്ന വചനം
മാംസമായി തീർന്നു കന്യകമറിയാം വഴി. അതിന് കാരണം കന്യകമറിയാം ഇതാ ദാസി, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിച്ചു. ദൈവവചന പാലനത്തിലൂടെ വചനം മാംസമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവവചന പാലനത്തിലൂടെ, വചന കേൾവിയും പാലനം വഴിയാണ് ഒരാത്മാവ് നിത്യജീവൻ പ്രാപിക്കുന്നത്. ക്രിസ്തു മരിച്ച ശേഷം അവൻ ആദ്യം പോയത് സ്വർഗത്തിലേക്കല്ലല്ലോ, അവൻ പോയത് പാതാളത്തിലേക്കാണ്. പാതാളത്തിലെ നോഹയുടെ കാലത്ത് പെട്ടകം പണിതപ്പോൾ നോഹയിലൂടെ കേട്ട ദൈവവചനം അനുസരിക്കാതെ പോയ കുറേ ആത്മാക്കളൂടെ കിടപ്പുണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിലെ 18-19 വചനങ്ങളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. ബന്ധനസ്ഥരായ ആത്മാക്കളോട് അവൻ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഒരു ആത്മാവിൻ്റെ വിടുതലിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വചനപ്രഘോഷണമാണ്. വചനം പ്രഘോഷണം നടക്കും. ഇന്ന് അനേക സ്ഥലങ്ങളിൽ വചനപ്രഘോഷണം നടക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും വചനപ്രഘോഷണങ്ങൾ? ആത്മരക്ഷ ദൈവം ആഗ്രഹിക്കുമ്പോൾ വചനപ്രഘോഷണവും വചന ശുശ്രൂഷയും കർത്താവ് പരിശുദ്ധാത്മാവ് വഴി വർദ്ധിപ്പിക്കാനിടയായിത്തീരും. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനായിട്ടുള്ള അവകാശം ഒരു മനുഷ്യനുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അവന് വചനം കൊടുക്കുകയാണ്. കാരണം എന്താണ്? വചനം കേൾക്കുമ്പോൾ ബന്ധനസ്ഥരായ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്ന ബന്ധനസ്ഥരായ ആത്മാക്കളുണ്ട്. അതെന്താണ്? പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ആത്മാക്കൾ. അവർക്ക് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവർ നശിച്ചു പോകാതെ പാപവിമോചനം പ്രാപിച്ച് സ്വർഗത്തിൽ പോകണം. അതിൻ്റെ ഒന്നാമത്തെ പാപവിമോചനത്തിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് സുവിശേഷം കേൾക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. സുവിശേഷം കേട്ടു, ഒരു വ്യക്തിക്ക് സുവിശേഷം മനസ്സിലായി, യേശു എന്നെ സ്നേഹിച്ചു, യേശു എനിക്ക് വേണ്ടി ബലിയായി തീർന്നു, യേശു എന്നെ സുഖപ്പെടുത്തുന്നു, യേശു എനിക്ക് രോഗശാന്തി നൽകുന്നു, യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഒരു വ്യക്തി ധ്യാനം കൂടുമ്പോൾ, സുവിശേഷം സ്വീകരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളാണ്. യേശു ക്രിസ്തു എൻ്റെ രോഗം മാറ്റി, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, എനിക്ക് വളരെ സ്വാതന്ത്ര്യം കിട്ടുന്നു, എനിക്ക് ജോലിയില്ലായിരുന്നു, എനിക്ക് ജോലി കിട്ടി. രക്ഷയുടെ ചില അടയാളങ്ങൾ അവൻ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇനി എന്താ അവൻ ചെയ്യേണ്ടത്? പല ആളുകളും രോഗശാന്തിയും അത്ഭുതങ്ങളും ജോലിയൊക്കെ കിട്ടുന്നു, അവർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. വീണ്ടും അവർ പഴയ ജീവിതശൈലിയിലേക്ക് പോകുന്നു. വീണ്ടും അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നവർ യേശുവിലേക്ക് വരുന്നു, സുവിശേഷം കേൾക്കുന്നു. ഇതല്ല ഒരു മനുഷ്യനും ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇതാ വചനം യേശുവാണ്, ആ വചനം മാംസമായി തീരണം. ഈ കാലഘട്ടത്തിൽ വചനം, കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ വചനം മാംസമായി തീർന്നു. അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായെങ്കിൽ ഈ കാലഘട്ടത്തിൽ വചനം മാംസമാകണം. വിശുദ്ധ കുർബാനയിൽ ഇതാ ഒരു ഗോതമ്പ് അപ്പവുമായി ബലിപീഠത്തിലേക്ക് കയറുന്ന ഒരു പുരോഹിതൻ ദൈവവചനം അവിടെ ആഘോഷിക്കുകയാണ്. വചനത്തിൻ്റെ ഒരു ആഘോഷമാണ് സത്യത്തിൽ കൂദാശകളെല്ലാം തന്നെ. എല്ലാ കൂദാശകളും വചനത്തിൻ്റെ ഒരാഘോഷം തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ വചനം ഇതാ ഒരു പുരോഹിതൻ ഉച്ചരിക്കുകയാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന വചനം അവിടെ പ്രഘോഷിക്കപ്പെടുകയാണ്. ഇതാ വചനപ്രഘോഷണം, വചനം മാംസമായി തീരുന്നു കൂദാശയിലൂടെ. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നത്, പിതാവായ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു, ഞാൻ നശിച്ചു പോകരുത്, അതിനുവേണ്ടി ഏകജാതനെ നൽകി. ആ ഏകജാതൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ മാംസമാകുന്ന വലിയ ഒരു ദൈവവിളിയാണ് കൂദാശയിലേക്കുള്ള വിളി. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഒരു ഗോതമ്പപ്പം യേശുവിൻ്റെ ശരീരവും അതുപോലെ വീഞ്ഞ് രക്തവുമായി മാറിക്കൊണ്ട് ആ വിശുദ്ധ കുർബാനയിലൂടെ യേശു എന്നിലേക്ക് വരുന്നു.
അങ്ങനെയെങ്കിൽ ഇതാ എന്നെ അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവത്തിന് അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ യേശു ക്രിസ്തുവിന് എന്നിലൂടെ ഈ ഭൂമിയിൽ മാംസം ധരിച്ച് ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഒരു വ്യക്തി കൂദാശാധിഷ്ഠിത ജീവിതം നയിക്കണം? അടിക്കടിയുള്ള വിശുദ്ധ കുർബാന, എന്തുകൊണ്ട് കുമ്പസാരിക്കണം? ഒരു കുമ്പസാരം എന്ന കൂദാശയിൽ എന്താണ് നടക്കുക? ഒരു വ്യക്തി തൻ്റെ പാപങ്ങളുമായി ഇതാ ദേവാലയത്തിലേക്ക് വരുന്നു. അവിടെ വചനം മാംസമായി തീരുകയാണ്. പാപം വിമോചിപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20:19-20 വചനം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കപ്പെടുമോ ബന്ധിക്കപ്പെടും എന്ന ആ വചനം അവിടെ മാംസം ധരിക്കുകയാണ്. അതവിടെ റിയലി നടക്കുകയാണ്. അങ്ങനെ കുമ്പസാരിക്കുന്ന എത്രയോ മനുഷ്യർക്കാണ് പാപവിമോചനത്തിൻ്റെ അനുഭവം സാധ്യമാകുന്നത്. ഒരു വിവാഹമെന്ന കൂദാശയിലും ഒരു യുവതിയും ഒരു യുവാവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നു. ഇതാ ഒരു കൂദാശയിലൂടെ വചനം മാംസമായി തീർന്നു, അവരൊന്നായി തീർന്നു. ഒരു തൈലാഭിഷേക ശുശ്രൂഷയിൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവിനെ സുഖപ്പെടുത്തും. നിങ്ങൾ രോഗിയായിരിക്കുന്നെങ്കിൽ കശീശന്മാരെ വിളിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ഈ വചനം അവിടെ ഉച്ചരിച്ചുകൊണ്ട് അവിടെ ഒരു പുരോഹിതൻ പ്രാർത്ഥന നടത്തുമ്പോൾ ആ രോഗിയുടെ മേൽ ഇതാ വചനം മാംസമായി തീരുന്നു, സൗഖ്യമുണ്ടാകുന്നു. എത്രയോ രോഗികളാണ് സൗഖ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കൂദാശയിലൂടെയും ഒരു കൊച്ചിനെ മാമോദിസ മുക്കുമ്പോൾ ഇതാ ജന്മപാപത്തോടു കൂടി വരുന്നൊരു കുട്ടി, ആ കുട്ടിയെ മാമോദിസ മുക്കുന്നതോടെ അവൻ ദൈവത്തിൻ്റെ മകനായി മാറുന്നു. റിയലി ദൈവത്തിൻ്റെ മകൻ ക്രിസ്തുവിനെ വിലക്കെടുക്കുകയാണ്. ദത്തുപുത്രനായി മാറുന്നത് പോലെ അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ്. അങ്ങനെ വചനം അവിടെ മാംസമായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇതാ എനിക്ക് യേശുവിനെയും പിതാവായ ദൈവത്തിൻ്റെയും സ്നേഹം സമ്പൂർണ്ണമായി വെളിപ്പെടുന്ന വേദി എന്ന് പറയുന്നത് എൻ്റെ കൂദാശ ജീവിതമാണ്. അതുകൊണ്ട് പവിത്രമായ യോഗ്യതയോടുകൂടിയുള്ള ഒരു കൂദാശ ജീവിതത്തിന് വേണ്ടി കൂദാശയോട് അടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് അടുക്കുക, പിതാവിൻ്റെ സ്നേഹത്തോട് അടുക്കുക എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ കൂദാശകളിലൂടെ ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ പാപത്തെ ഉപേക്ഷിച്ച് ഒരുക്കപ്പെട്ട മനസ്സില്ലെന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങളോട് വിധേയപ്പെടുന്ന ഒരു മനസ്സ് ഈ വ്യക്തിക്കില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സമ്പൂർണമായ സ്നേഹം ആഴമായി വെളിപ്പെട്ടിരിക്കുന്നത് ഇതാ കൂദാശയിലാണ്. അതുകൊണ്ട് കൂദാശയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറണം. പിന്നെ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ പൗരോഹിത്യത്തിലൂടെ നമുക്കറിയാം, ഈ പൗരോഹിത്യത്തിലൂടെയാണ് ബാക്കി എല്ലാ കൂദാശകളും നിറവേറ്റപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിൽ ദൈവം പൗരോഹിത്യം കൊടുക്കുമ്പോൾ ആ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിന്, യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് തൻ്റെ സ്നേഹം ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ ദൈവം ഒരു വാഹനമാക്കി, ഒരു വണ്ടിയാണ് ഒരു പുരോഹിതൻ, ക്രിസ്തുവിന് യാത്ര ചെയ്യാനുള്ള വാഹനം. അതാണ് പൗരോഹിത്യം. അപ്പോൾ ഒരു രോഗിയായ ഒരു മനുഷ്യൻ കിടക്കുന്നു, കർത്താവിന് ആ രോഗിയുടെ അടുക്കലേക്ക് പോകണം. അതിനുവേണ്ടി കർത്താവ് കയറിയിരിക്കുന്ന വണ്ടിയാണ് പുരോഹിതൻ. ഈ പുരോഹിതൻ ആ രോഗിയുടെ അടുക്കിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് പോകാൻ തയ്യാറാകുന്നെങ്കിൽ ആ വ്യക്തിയുടെ സൗഖ്യം അവിടെ സാധ്യമാകുകയില്ല. ഒരു വ്യക്തിക്ക് വിശക്കുന്നു, അവന് ദൈവവചനം കൊടുക്കണം, അല്ലെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കണം. ആ പുരോഹിതൻ അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അവിടെ കൊണ്ട് ഇറക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു പൗരോഹിത്യത്തോടു കൂടെ എപ്പോഴും യേശുവുണ്ട്. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ ഏത് സമയത്ത് ശുശ്രൂഷ ചെയ്താലും
ആ ശുശ്രൂഷകൾക്ക് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടെന്ന് സഭ വിശ്വസിക്കാൻ കാരണം ആ പുരോഹിതൻ്റെ പൗരോഹിത്യത്തിൽ എപ്പോഴും യേശു വസിക്കുന്നു. ഈ ഒരു അവബോധം പുരോഹിതന്മാരുടെ ജീവിതത്തിലുണ്ടാവണം. പൗരോഹിത്യ നൽവരം സ്വീകരിക്കുന്നവർക്കൊപ്പം തന്നെ അതിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്ക് ഈ ഒരു ബോധ്യമുണ്ടാകണം, ആ ഒരു വിശ്വാസം അവരിലുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം എനിക്ക് നൽകുന്ന സ്നേഹം ഇതാ ഈ പുരോഹിതൻ്റെ കരങ്ങൾ വഴി എന്നിലേക്ക് ചൊരിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം അത്രമാത്രം നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പെടുത്തലിനായി യേശുവിനെ അയച്ചു. ആ യേശു നിൻ്റെ മുമ്പിൽ ഇതാ വന്ന് നിൽക്കുന്നു ഒരു വാഹനത്തിൽ. അത് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം, അപ്പോസ്തോലിക സഭകളെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യത്തിലൂടെയാണ് ഈ വചനങ്ങളെല്ലാം മാംസമായി മാറിയിട്ടുള്ളത്. അതിനുവേണ്ടി പ്രത്യേക നിയോഗം കിട്ടിയവർ പുരോഹിതന്മാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, സഭയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. നമ്മളെപ്പോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കി ഒരു പേപ്പറും പേനായി എടുത്ത് നമ്മൾ എഴുതുക, നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും ഒക്കെ എഴുതുക. എത്രയോ കുറവുകളാണ് നമുക്കുള്ളത്. ഇതുപോലെ തന്നെ ഒരു മനുഷ്യനാണ് പുരോഹിതൻ. അതുകൊണ്ട് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ പൗരോഹിത്യ നൽവരം സഭ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ളിടത്തോളം കാലം, അത് ശുശ്രൂഷിക്കാൻ പരികർമ്മം ചെയ്യാൻ അനുവദിച്ചിടത്തോളം കാലം ഉറപ്പായും ആ പുരോഹിതനിൽ ക്രിസ്തു വസിച്ച് ആ പുരോഹിതനിലൂടെ ക്രിസ്തു അവിടെ പ്രവർത്തിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പല മേഖലകളിലൂടെയും പൗരോഹിത്യത്തെ വല്ലാതെ അപമാനിക്കുവാൻ വളരെ പ്ലാൻഡായിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള ചില ശ്രമങ്ങളുണ്ടാകുന്നുണ്ട്. അതൊരിക്കലും ദൈവികമായി നമുക്ക് കാണാനാവില്ല. അതിൽ ചില പൈശാചികമായ ചില ചിന്താഗതികളുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ട്, സഭയിലുണ്ട്, എല്ലാം നിലനിൽക്കുന്നു. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യട്ടെ. എന്നാൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നമ്മളിൽ നിന്ന് എന്നേക്കുമായിട്ട് ബ്ലോക്ക് ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, 7 കൂദാശയിലൂടെയും ക്രിസ്തു എൻ്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു കൂദാശയിൽ നിന്ന് ഞാൻ അകന്നു മാറുമ്പോൾ സത്യത്തിൽ പിതാവായ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരസ്കരിക്കുകയാണ്. അതിൽ ദൈവം ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഇന്ന് ക്രൈസ്തവ സഭയിലെ അനേകം മക്കൾ കൂദാശകളിൽ നിന്നും അതുപോലെ പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ അകന്നു നിൽക്കുന്നു. കുമ്പസാരിക്കാൻ മനസ്സില്ല, പാപങ്ങളേറ്റ് പറയാൻ മനസ്സില്ല, കൂദാശകൾ സ്വീകരിക്കാതെ തന്നെ രജിസ്റ്റർ മാരേജൊക്കെ ചെയ്ത് അവരങ്ങനെ ജീവിക്കുന്നു. ഇതെല്ലാം വഴി എന്താ സംഭവിക്കുന്നത്? അവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ദൈവിക സ്നേഹം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സംലഭ്യമായിരിക്കുന്ന ആ ദൈവസ്നേഹം കൂദാശകളിലൂടെ ആഴമായി നമ്മളിലേക്ക് ചൊരിയപ്പെടുകയാണ്. അപ്പോൾ ഈ കൂദാശ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണം. അതോടൊപ്പം വചനപ്രഘോഷണം, ലൂക്കോസിൻ്റെ സുവിശേഷം 24 നമ്മൾ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ കാണുന്നത്, അവൻ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം കത്തിയെരിഞ്ഞില്ലേ? ദൈവവചനം നമ്മുടെ ആത്മാവിൽ കത്തിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം അനുതാപത്തിലേക്ക് നയിക്കാൻ വചനപ്രഘോഷണം സാധിക്കും. അതുകൊണ്ട് വചനപ്രഘോഷണവും കൂദാശയും നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ബന്ധനസ്ഥമായ ആത്മാവിനെ മോചിപ്പിക്കാനും നരകത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക്, സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. മരണമടഞ്ഞ ശേഷവും പാതാളത്തിലായിരുന്ന ആത്മാക്കൾക്ക് കർത്താവ് വചനം കൊടുത്തു. അതിലൂടെ ആ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് സുറിയാനി സഭയിൽ, അതുപോലെ അപ്പോസ്തോലിക സഭകളിലൊക്കെ മരണമടഞ്ഞ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥനകളും അതുപോലെ വിശുദ്ധ കുർബാനയുമൊക്കെ നമ്മൾ അർപ്പിക്കുന്നത്. ഈ ആത്മാക്കളെ കൂടി രക്ഷിക്കുവാൻ ഇതാ വചനത്തിൻ്റെ
ബോധ്യത്തിൽ നിന്ന് വചനം മാംസമാകുന്ന കൂദാശയിലാണ്. കൂദാശയിലൂടെ ഈ ആത്മാക്കൾക്ക് ആത്മരക്ഷ എന്ന യാഥാർത്ഥ്യം സാധ്യമാകുമെന്ന് നമ്മൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ മരണമടഞ്ഞവർക്ക് രക്ഷയുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് രക്ഷയുണ്ട് വചനപ്രഘോഷത്തിനുള്ള കൂദാശയിലൂടെ. അപ്പോൾ ഇത്രമാത്രം പ്രാധാന്യമുള്ളതാണ് കൂദാശയെങ്കിൽ ഇതാ എൻ്റെ ജീവിതം കൂദാശയിലേക്ക് ആഴപ്പെടുമ്പോൾ യഥാർത്ഥ ദൈവസ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആർക്കെങ്കിലും ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂദാശയുടെ മേഖലകളിൽ യോഗ്യതയോടുകൂടിയാണോ അത് നാം ചെയ്യുന്നതെന്ന് വലിയൊരു ആത്മപരിശോധന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വലിയൊരു ആത്മപരിശോധന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വർഷത്തിലൊരു പ്രാവശ്യം പോയി ധ്യാനങ്ങളൊക്കെ കൂടി നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് അതെല്ലാം അപ്പൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. അതിനുശേഷം പറയുന്ന വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ആരെയും പിന്നീട് പറയുന്നതാണ് തൻ്റെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രസ്തുത ലോകം രക്ഷ പ്രാപിക്കാനാണ് അവൻ മൂലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ ഒരു മനുഷ്യനെയും നഷ്ടപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, കുറേ മനുഷ്യർ നരകത്തിൽ പോകും. നമ്മളെന്തിനാണ് അങ്ങനെ വാശി പിടിക്കുന്നത്? കുറേ മനുഷ്യർ നരകത്തിൽ പോകണം എന്ന് പിതാവായ ദൈവം ഒരാൾ പോലും നശിക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ കുറേ മനുഷ്യർ നരകത്തിൽ പോകണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നരകമൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും അത് അനുഭവിക്കുന്നുണ്ട്, മരണശേഷവും അത് അനുഭവിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവൻ അനുഭവിക്കുന്ന നരകം എന്താണ്? ജീവിച്ചിരിക്കുന്നവൻ അനുഭവിക്കുന്ന നരകം എന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത മനുഷ്യന് അവൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കുറ്റബോധം, നിരാശ, ഭയം, ആകുലതകൾ, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം കൂടെ കൂടിക്കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നരകാവസ്ഥയാണ്. അപ്പോൾ പല മനുഷ്യരും സത്യത്തിൽ കിടക്കുന്നത് നരകത്തിലാണ്. ഇനി പുതിയൊരു നരകം ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നരകയാതന ആരംഭിക്കുക, മരണശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു വ്യക്തി പാപമോചനം സ്വീകരിച്ച് യേശുവിനെ കൂദാശകളിലേക്കൊക്കെ അയക്കപ്പെട്ട നല്ല അനുഭവം വരുമ്പോൾ സന്തോഷവും സമാധാനമൊക്കെ വരും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനം, സ്വർഗരാജ്യ അനുഭവം, അത് അവൻ്റെ മരണശേഷവും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൻ്റെ പുതിയ തലങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുക, ഞാനിപ്പോൾ ഇരിക്കുന്നത് നരകത്തിലാണോ ഞാൻ സ്വർഗത്തിലാണോ? നരകത്തിലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, സ്വർഗരാജ്യത്തിലല്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആദ്യത്തെ പടി ടി വി ഓണാക്കുക. എത്രയോ നല്ല വചനപ്രഘോഷകരുടെ വചനങ്ങളാണ് ടി വിയിലും യൂട്യൂബിലും ഒക്കെ ഓരോ ദിവസം പറയുന്നത്. നിങ്ങളുടെ വീട് ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭവനം വചനത്തിന് വേണ്ടി തുറന്നിടുകയാണെങ്കിൽ എപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൂടെ പിതാവിൻ്റെ സ്നേഹം ഒഴുകുകയാണ്. പിതാവിൻ്റെ സ്നേഹം ഒഴുകുക എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലത്ത് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം വചനം പ്രഘോഷിക്കുന്ന സ്ഥലത്തും കൂദാശകളുടെ സാന്നിധ്യമുള്ള സ്ഥലത്തും ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ സുറിയാനി സഭയുടെ ആരാധന രീതിയിൽ വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഇതാ കാസായും പീലാസായും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും: പിതാവായ ദൈവം നമ്മോടുകൂടെ, പുത്രനായ യേശു നമ്മോടുകൂടെ, പരിശുദ്ധാത്മാവായ ദൈവം നമ്മോടുകൂടെ. അപ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സാധ്യമാകണം? യോഹന്നാന്റെ സുവിശേഷം 1:1-3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ദൈവത്തെ കൂടാതെ എന്തെങ്കിലും നേടാൻ എന്തിനധ്വാനിക്കണം? ദൈവത്തോടു കൂടി അധ്വാനിക്കൂ. നീ ജോലി ചെയ്യാൻ പോകുന്നു, ദൈവത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവും നിറവേറുന്ന രീതിയിൽ നീ ജോലി ചെയ്യേ. കൈക്കൂലിക്കാരാ, നീ കൈക്കൂലി മേടിച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല.
ആ കൈക്കൂലി കൊണ്ട് നിനക്കൊന്നും നേടാൻ പോകുന്നില്ല. കാരണം സമസ്തവും ദൈവത്തിലൂടെയാണ് ഉണ്ടായത്. ദൈവഹിതപ്രകാരമല്ലാതെ നീ സ്വന്തമാക്കുന്നതൊന്നും നിൻ്റെ ലൈഫിൽ നിനക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. കൂദാശയെ അവഗണിച്ചുകൊണ്ട്, കൂദാശ എന്ന് പറയുന്നത് ദൈവസാന്നിധ്യമാണ്. എങ്കിൽ കൂദാശയെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട്, കൂദാശയെ മാറ്റിവെക്കുക, ദൈവത്തെ മാറ്റിവെക്കുക. ദൈവത്തിനെ രക്ഷപ്പെടുത്താനുള്ള കരമാണ് യേശു. സുവിശേഷത്തെ മാറ്റിവെക്കുക. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നീ നടത്തുന്ന ഈ അധ്വാനം, നീ നടത്തുന്ന ഈ യാത്ര, അത് വ്യക്തിയായാലും കുടുംബമായാലും ഇടവകയായാലും സഭയായാലും പുരോഹിതന്മാരായാലും, അത്തരം യാത്രകൾ നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച് നോക്കി. പല വ്യക്തികളും ഒരു ജീവിതായുഷ്കാലം ജീവിച്ചു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി. മക്കളെയൊക്കെ വളർത്തി വലുതാക്കി പണം സമ്പാദിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾക്കവർ നൽകുന്നത് സന്തോഷവും സമാധാനവുമാണോ? നിങ്ങൾക്കവർ നൽകുന്നത് ദുഃഖവും? നിങ്ങളുടെ റിസൾട്ട് എന്താണ്? ഞങ്ങളൊത്തിരി ബിസിനസ്സുകളെല്ലാം ചെയ്തു, അതൊക്കെ വലിയ എസ്റ്റാബ്ലിഷ്ഡായി. ഇത് നിനക്ക് നൽകുന്നത് സമാധാനവും സന്തോഷവുമാണോ? നിനക്ക് ദുഃഖവും വേദനയും സങ്കടങ്ങളും നഷ്ടങ്ങളും നിരാശയും ഒക്കെയാണോ? 100 കണക്കിന് മനുഷ്യരെ ഞാൻ ഓരോ ദിവസം കാണുന്നുണ്ട്. അവരെല്ലാം വരുന്നത് ജീവിച്ച് ഒരു പരുവത്തിനെത്തിയ ശേഷം ജീവിച്ചതിൻ്റെ മുറിവുകളുമായിട്ടാണ്, വേദനകൾ സങ്കടങ്ങളുമായിട്ട്. എന്തുകൊണ്ടാണ് നിനക്ക് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? പ്രിയമുള്ളവർ, എവിടെയോ യേശുവിനെ, പിതാവിൻ്റെ സ്നേഹത്തെ, ദൈവത്തെ അവർ വേണ്ടെന്ന് വെച്ചു, വഴിമാറിപ്പോയി. അവർ വഴിമാറി യാത്ര ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തിയിൽ പോലും കാണുന്നതല്ലേ, എപ്പോഴാണോ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും വേണ്ടെന്ന് വെച്ച് അവർ പിന്മാറിയത്, അന്നു മുതൽ അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളുമായി. ദൈവം തന്നെ ഇറങ്ങി വന്ന് അവനെ വീണ്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്നും ഇതാ നിൻ്റെ ദേവാലയത്തിൽ, നിൻ്റെ തൊട്ടടുത്ത് ഇതാ വന്നു നിൽക്കുന്നു യേശു, നിന്നെ സ്വീകരിക്കാനും സ്വന്തമാക്കാനും കൂടെ കൂട്ടുവാൻ. നമുക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ദൈവമേ, പൗരോഹിത്യത്തോടും കൂദാശയോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ജോലി ചെയ്യാം. എൻ്റെ കൂടെ കർത്താവ് വരട്ടെ. ഒരു വചനം പാലിച്ചുകൊണ്ടൊരു വ്യക്തി പോകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പോകുക എന്നാണ് അർത്ഥം. ഒരു വചനം ലംഘിച്ചുകൊണ്ട്, കർത്താവ് പറഞ്ഞൊരു വചനത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് നീ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സാത്താൻ്റെ കൈ പിടിച്ചുകൊണ്ട് നീ യാത്ര ചെയ്യുന്നു എന്നാണ്. നീ ആരുടെ കൈ പിടിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ കരം വിട്ടിട്ട് ലോകത്തിൻ്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയില്ല. 1 യോഹന്നാൻ 2:15-17 വചനം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെ നീ സ്നേഹിക്കരുത്, പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കുക. പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയില്ല. ലോകത്തിൻ്റെ മോഹങ്ങൾ അവനെ വലയം ചെയ്ത് നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചു വരാം. ഇതാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നമുക്ക് മുമ്പിൽ നൽകിക്കൊണ്ട് കൂദാശയായി, കുർബാനയായി, ബലിയായി, പ്രാർത്ഥനയായി, ആരാധനകളായി, പൗരോഹിത്യമായി നമുക്ക് മുമ്പിൽ നൽകിക്കൊണ്ട് പിതാവ് പറയുന്നു, എൻ്റെ സ്നേഹമാണ് ഈ കാണുന്നതല്ലേ, ദേവാലയവും ബലിപീഠവും ബലിവസ്തുക്കളും എല്ലാം എൻ്റെ സ്നേഹമാണ്. നീ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. ആയതുകൊണ്ട് നമ്മുടെ കൂദാശ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, പ്രതിസ്നേഹം കാണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Believe.